നമ്മളിനി വയനാട്ടിലേക്ക് പോവുകയാണ്. വന്യജീവി സംഘർഷം തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തുന്നത്. വിവിധ പരിപാടികളുണ്ട്. MPക്ക് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിക്കുക തന്നെയാണ് പ്രധാന ഉദ്ദേശം. അതിനുശേഷം 1:45 അന്തരിച്ച DCC ട്രഷറർ NM വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും കാണും. തുടർന്ന് VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലായിരിക്കും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക. പഞ്ചാരക്കൊല്ലിയിൽ ആളെ കൊന്ന കടുവ ചത്തെങ്കിലും വനം വകുപ്പ് തിരച്ചിൽ നടപടികൾ തുടരും. പ്രദേശത്ത് വേറെ കടുവകളില്ല എന്നുറപ്പിക്കാനും ജനങ്ങളുടെ ആശങ്കയകറ്റാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് തെരച്ചിൽ. അനീസ് അലിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുക. അനീസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കടുവ ചത്തതിന്റെ വലിയ ആശ്വാസം അവിടെയുള്ള ജനങ്ങൾക്കും അനീസിനും ഉണ്ടാകുമെന്നറിയാം. കാരണം 2-3 ദിവസമായി അനീസ് കടുവയുടെ പുറകെ തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള അലച്ചിലാണ് ഞങ്ങൾ ഓരോ നിമിഷവും കാണുന്നുണ്ട്. എന്തായാലും കടുവ ചത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നാണ് അറിയുന്നത്. അതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. എപ്പോഴാണ് MPയുടെ സന്ദർശനം? എത്ര മണിയോടുകൂടി അവിടെ ജില്ലയിൽ എത്തിച്ചേരും? പ്രിയങ്ക ഗാന്ധി ഇന്ന് റോഡ് മാർഗം പഞ്ചാരക്കൊല്ലിയിലേക്ക് 12:15 എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ 11 മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിലാണ് അവർ വിമാനം ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് 12:15 പഞ്ചാരക്കൊല്ലിയിലാണ് രാധയുടെ വീട്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്കാണ് അവർ എത്തുന്നത്. 12:15 വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷം പിന്നീട് അവർ NM വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. അത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ NM വിജയന്റെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി ആദ്യമായി എത്തുകയാണ്. NM വിജയൻ DCC ട്രഷറർ ആയിരുന്നു. അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഉച്ചയ്ക്ക് 1:45 അവർ NM വിജയന്റെ വീട്ടിലെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളും പിന്നെ അതോടൊപ്പം ഇന്ന് VD സതീശന്റെ ഒരു സമരയാത്ര നടക്കുന്നുണ്ട്. മലയോര സമരജാഥ എന്നാണ് അതിന്റെ പേര്. ആ പരിപാടിയുടെ ജില്ലയുടെ സമാപനം നടക്കുന്നത് മേപ്പാടിയിലാണ്. 3 മണിയോടുകൂടി പ്രിയങ്ക ഗാന്ധി അവിടെയും എത്തും എന്ന് കാണേണ്ടത്. ഇതിൽ 2 പരിപാടികൾ, അതൊന്ന് VD സതീശന്റെ പരിപാടികളും അതുപോലെ തന്നെ രാധയുടെ വീട് സന്ദർശിക്കുന്നതും വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കടുവ ശല്യം ദിവ്യ പറഞ്ഞ പോലെ തന്നെ ഒരു കടുവ ചത്തെങ്കിൽ പോലും പ്രദേശത്ത് വേറെ കടുവകളുണ്ടോ എന്ന ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിന് വനംവകുപ്പിന്റെ സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇല്ലാതായ പ്രദേശമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ കടുവ ഭീതി അവസാനിച്ചു എന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇവിടെ എങ്ങാനും കടുവ ഉണ്ടാകുമോ, അത് അവസാനിപ്പിക്കാൻ വേണ്ടി കടുവയുടെക്കായുള്ള തെരച്ചിൽ 3 ദിവസം കൂടി പ്രദേശത്ത് തുടരുമെന്ന് വനം മന്ത്രി ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, കടുവയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആണ്. കേന്ദ്ര വന നിയമം തിരുത്തുക എന്നത് ഈ വന്യമൃഗശല്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് MP പാർലമെന്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതാണ് MP നിന്ന് പ്രധാനമായും മലയോര ജനത പ്രതീക്ഷിക്കുന്നത്. ഈ സന്ദർശനം അതിനൊരു പ്രചോദനമാകും എന്നാണ് കരുതുന്നത്. എന്തായാലും വയനാട് MP പ്രിയങ്ക ഗാന്ധി AICC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അവരിന്ന് ആദ്യം 10:45 ആദ്യം ഇവിടെ പഞ്ചാരക്കൊല്ലിയിൽ 12:15 ഇവിടെ പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലാണ് എത്തുന്നത്. അതോടൊപ്പം ഇന്ന് VD സതീശന്റെ പരിപാടികൾ 3 സ്ഥലങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം 10 മണിക്ക് മാനന്തവാടിയിലാണ് VD സതീശൻ മലയോര സമരജാഥ ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് 2 മണിയോടെ സുൽത്താൻ ബത്തേരിയിലെ മീനങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ ജാഥയുണ്ട്. 3 മണിയോടുകൂടി മേപ്പാടിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ നമ്മൾ അറിയാം, ഈ ഒരു കടുവ ചത്തു, അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് മുട്ടിലിൽ വേറൊരു പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതും ഒരു മനുഷ്യന് നേരെ. നിസ്സാര പരിക്കുകളേ ഉള്ളൂ എങ്കിൽ പോലും ഒരു വന്യമൃഗം, അത് പുലി, കടുവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും കടുത്ത ആശങ്ക ഈ മലയോര ജനത ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വരെ പുൽപ്പള്ളിയിൽ വളർത്തുമൃഗങ്ങളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കടുവയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പുറത്ത് മാനന്തവാടിയിൽ രാധ കൊല്ലപ്പെടുന്നത്. അതും പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ രാധയുടെ
ജീവനെടുത്ത കടുവക്കായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിന്നീട് RRT സംഘാംഗമായ ജയസൂര്യക്ക് നേരെ കടുവ ആക്രമണം നടത്തുന്നത്. ജയസൂര്യ തലനാരിഴക്ക് രക്ഷപ്പെട്ടു, കൈക്ക് മാത്രമേ ചെറിയ പരിക്കുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യവും ആക്രമണവും മനുഷ്യർക്ക് നേരെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് VD സതീശൻ ഈ മലയോര ജനതയെ രക്ഷിക്കുക, വന്യമൃഗ ശല്യം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ മലയോര പ്രചാരണ യാത്ര ഇന്ന് വയനാട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളൊക്കെയുണ്ട്. ആ പരിപാടിയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിവരങ്ങളാണ് TNS നൽകിയത്.